ഓക്കെ, ഇത് നമ്മളുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ്. ജാൻ 24 എംകോം ബാച്ചിന്റെ ഓറിയന്റേഷൻ സെഷൻ ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷന്റെ പേര് തന്നെ എന്താണ്? സേ ഹലോ ടു. മീൻസ് സേ ഹലോ ടു എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമ്മൾ എല്ലാവരോടും ഹായ് പറയുന്നു എന്നല്ല അർത്ഥം. ജസ്റ്റ് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങാം. എന്റെ പേര് വാണി എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ എന്റെ നാടെന്ന് പറഞ്ഞ ആലപ്പുഴയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കും പറയാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പം ഈ ഒരു എന്താണ് സെഷനകത്ത് നമ്മളുടെ കൂടെ ഉള്ളത് നിങ്ങൾ എന്ന് വെച്ചാൽ MCOM ജാൻ 24 ബാച്ചില് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഇന്ന് ഈ ഒരു സെഷനകത്ത് ഉള്ളതെല്ലാം നിങ്ങളുടെ ബാച്ച്മേറ്റ്സും നിങ്ങളുടെ മെന്റേഴ്സും ആണ്. ഓക്കെ, ഈ ഒരു സെഷനകത്ത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കൊമേഴ്സിലെ തന്നെ സാന്ദ്ര മാം ഉണ്ട്, അതേപോലെ സ്നേഹ മാം ഉണ്ട്, അതേപോലെ തന്നെ രാഖി മാമും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളെ പരിചയപ്പെടാനും നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു ഇയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പഠിച്ച് വന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി ഒരു ഡിസ്റ്റന്റ് കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ മിനിമം ഒരു 1 ഇയറിന്റെ എങ്കിലും ഒരു ഗ്യാപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കെല്ലാം ഒരു പേടിയുണ്ട്. കാരണം ഇത്രയും നാള് നമ്മൾ പഠിച്ചിരുന്നില്ല, അക്കാഡമിക്കലി നമ്മൾ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ എങ്ങനെയായിരിക്കും എന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും. അപ്പം പുതിയൊരു ജേർണിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആ ഒരു ഫ്രീസിങ് മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺഫ്രീസ് ചെയ്യുകയാണ്. നമ്മൾ അത് തുടച്ചു മാറ്റുകയാണ്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒന്ന് പരിചയപ്പെടുന്നു, കൂടാതെ നമ്മളുടെ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുന്നു, നിങ്ങളുടെ മെന്റേഴ്സിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു, നിലവിലുള്ള മെന്റേഴ്സിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു. ദെൻ കുറച്ച് ഗെയിമും കുറച്ച് ഫൺ എലമെന്റും ആയിട്ട് പോകുന്ന വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, എന്താണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ളത്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോ എവിടെ ആയിക്കോട്ടെ, നമ്മളൊരു ഒരു കോളേജിൽ പോയാലും ആദ്യത്തെ ഒരാഴ്ച നമുക്ക് എന്താ അധികം കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാണ്. ആസ് എൻ ഇൻഡക്ഷൻ പ്രോഗ്രാം പോലെ തന്നെ നമ്മളൊന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സറൗണ്ടിങ് ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്ന സമയം, അത് തന്നെയാണ് ലേൺ വൈസും നിങ്ങൾക്ക് തരുന്ന ഈ ഓറിയന്റേഷൻ സെക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു 7 to 9 സെഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓറിയന്റേഷൻ സെക്ഷൻ ആണ് സേ ഹലോ ടു എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ഒന്ന് പരിചയപ്പെടുകയാണ്. നമ്മളുടെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ നമ്മൾ പരിചയപ്പെടുന്ന സെഷനാണ് ഓറിയന്റേഷനിലെ ഫസ്റ്റ് ഈ ഒരു സേ ഹലോ ടു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഗ്നുവിന്റെ ഒരു സെഷൻ ഉണ്ട്. ഇഗ്നുവിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, ഡിസ്റ്റന്റ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഇഗ്നുവിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഷൻ ആയിരിക്കും ഇഗ്നു ബേസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. MCOM സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ 2 സെമ്മാണ്, ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും. ഏകദേശം ഒരു 8 സബ്ജക്റ്റോളം ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് തരുന്ന സെഷൻസ് ഉണ്ട് മൂന്നാമതായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോമൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷിന്റെ ഒരു സെഷൻ ഉണ്ട്. മീൻസ് എല്ലാവർക്കും ലാംഗ്വേജ്, അതൊരു കോമൺ സെഷൻ ആണ്. ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്തെടുക്കാം, എന്തെല്ലാം മെഷേഴ്സ് നമുക്ക് അല്ലെങ്കിൽ എന്തെല്ലാം ടിപ്സ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിരിക്കും നമുക്ക് ആ ഒരു സെഷൻ എടുക്കുന്നുണ്ടാവും. പിന്നെ നമുക്കുള്ളത് റോഡ് ടു സക്സസ് ആണ്. ആസ് എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ MCOM ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കിട്ടാൻ പോകുന്ന ഗ്രോത്ത് എന്ത്, അല്ലെങ്കിൽ ഇനിയും നമ്മളുടെ അടുത്ത പാത്ത് എങ്ങോട്ടായിരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വൈസ് ആണ് റോഡ് ടു സക്സസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്കുള്ളത് ഹാപ്പിനെസ് അംബാസിഡറിന്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾക്ക് കൗൺസിലിംഗ് സെഷൻസ് പോലെ തന്നെ പഠിത്തത്തിന്റെ കൂടെ നമുക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ബേർഡൻസ് വരികയാണ്, അത് ഈവൻ അക്കാഡമിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹാപ്പിനെസ് അംബാസിഡറിന്. അപ്പൊ ആ സെഷനെ പറ്റിയിട്ടൊരു ഉണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മളുടെ നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ലേൺ വൈസിൽ അക്കാഡമിക് കരിയറിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്ന നിങ്ങളുടെ കൊമേഴ്സിലെ മെന്റേഴ്സ്, കൂടാതെ അത് ലേൺ വൈസ് ഹോൾ ആയിട്ട് ഈ ബിഹൈൻഡ് ദ ലേൺ നിങ്ങൾ കാണുന്നത് കൂടാതെ ഇതിന്റെ പുറകിൽ അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ കോ ടീം ഉണ്ട്, അതേപോലെ മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെ എല്ലാം പരിചയപ്പെടുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്കുണ്ട്. ദെൻ ദ ലാസ്റ്റ് നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിങ് ആണ്. സ്വിച്ച് ഇട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്ത് നമ്മളുടെ എന്താണ് അക്കാഡമിക്കില് ആ ഒരു ലാഡറിന്റെ ഫസ്റ്റ് പടി ചവിട്ടാൻ പോകുന്ന ഡേ ആയിരിക്കും അത് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഓറിയന്റേഷന്റെ ജേണി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എന്താണ് നമ്മളുടെ ഒരു ജാനുവരി
ലാസ്റ്റ് 30th വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഓറിയന്റേഷൻ ഉണ്ടാവുന്നത്. ഈ ഒരു ഓറിയന്റേഷൻ എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ് നമ്മളുടെ പുതിയൊരു ചുവടുവെപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആ ഒരു എന്താണ് ടെൻഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്റെ പേര് വാണി വിജയൻ, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ അക്കാഡമിക് മെന്റർ ആണ്. സോ ഇനിയിപ്പോ നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും ഏകദേശം പേരും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങൾ നോക്കിയാട്ടെ, ഞങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കല്ലേ, നിങ്ങളുടെ മുഖം കാണണ്ടേ? ഒരാൾ പേര് പറയുമ്പോ ആരാ പേര് പറയുന്നതെന്നൊന്ന് അറിയണ്ടേ? നിങ്ങളുടെ മെന്റർ മാത്രം, നിങ്ങളുടെ സാന്ദ്രമ മാത്രം കണ്ടാൽ മതി, ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുക. എന്താണ് കഴിവതും മ്യൂട്ടഡ് ആയിട്ടിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കുന്ന ടൈമിലെല്ലാം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, കഴിവതും എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, ഒന്ന് കാണട്ടെ എല്ലാവരും. നിങ്ങൾ പേടിച്ച് അങ്ങനെ മാറിയിരിക്കൊന്നും വേണ്ട, ഈ സെഷനകത്ത് ഒന്നുമില്ല, നമ്മൾ സ്വയം ഒന്ന് പരിചയപ്പെടുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോ സ്കൂളിലോ കോളേജിലൊക്കെ പോയി പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന അവസ്ഥ ആയിരിക്കില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ബാച്ച് മേറ്റ്സ് ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയണം, പഠിക്കാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ്. അപ്പൊ കഴിവതും എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. അങ്ങനെ ആരും ഇനിയുണ്ട് വീഡിയോ ഓൺ ചെയ്യാനായിട്ട്, വീഡിയോ ഓൺ ചെയ്യുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ മാത്രമല്ല ഈ ഒരു സെക്ഷൻ ഹെൽഡ് ചെയ്യുന്നത്, എന്റെ കൂടെ തന്നെ സാന്ദ്ര മാം ഉണ്ട്. സാന്ദ്ര മാമിന് നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണ്, അതുകൊണ്ടാണ് മേഡത്തെ ആദ്യം വിളിക്കാനത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സാന്ദ്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു സെഷനിലേക്ക്. സാന്ദ്ര മാം, ഓവർ ടു യു. താങ്ക് യു വാണി മിസ്. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ് സ്ഥലം. ഞാൻ M.Com ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ കൂടെ തന്നെ ഇവിടെ വാണി മാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്നേഹ മാം ഉണ്ട്, രാഖി മാം ഉണ്ട്. എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും, നമ്മുടെ M.Com January 24 ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനെയും നമ്മുടെ ഒരു ഓറിയന്റേഷന്റെ ഫസ്റ്റ് സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇനിയും വീഡിയോ ഓൺ ആക്കാനുള്ളവരൊക്കെ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാമോ പ്ലീസ്? സന്ധ്യ, കീർത്തന, അസ്നക്ക് വീഡിയോ ഓൺ ആക്കാമോ? എല്ലാരും വീഡിയോ ഓൺ ആക്കിയെങ്കിൽ ഇപ്പം ഞാൻ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള നമ്മുടെ കൊമേഴ്സിലെ മെന്റേഴ്സ് ഒക്കെ നിങ്ങളെ എല്ലാരെയും കാണണ്ടേ? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണ്ടേ? നമ്മുടെ വാണി മാമിനെ ആണേലും സ്നേഹ മിസ്സിനെ ആണേലും രാഖി മിസ്സിനെ ആണേലും നിങ്ങൾക്കും കാണാം, നിങ്ങളെ എല്ലാവരും അവർക്കും പരിചയപ്പെടാം. പിന്നെ നമുക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒന്ന് ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയൊരു ഗെയിംസിലൂടെ ഒക്കെ കടന്ന് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷന് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു എന്താ എല്ലാവർക്കും നല്ലൊരു മൊമെന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലേ വാണി മിസ്സേ? അതെ, ഇതൊക്കെ പിന്നെ നമുക്ക് ഓർത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇനി കിട്ടാന്ന് പറഞ്ഞാല് അതെ, ഇമ്പോസിബിൾ ആണ്. നമ്മള് ഫസ്റ്റ് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്രഷേഴ്സ് ഡേ കിട്ടത്തില്ലേ, അതുപോലെ അങ്ങനെ ഇവിടെ ഒരു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാം നിങ്ങളാണ്, അങ്ങനെയല്ല ഞങ്ങളൊന്നും ഇല്ല. അങ്ങനെയല്ല, നമുക്കൊരു ഫ്രഷേഴ്സ് ഡേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് കൊടുത്ത് നമ്മൾ എന്താ നല്ല ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒക്കെ നടത്തി നമ്മുടെ ആ ഒരു നമുക്ക് ചെറിയ പേടികളൊക്കെ കാണല്ലോ ഒരുപാട്. ഇപ്പം ഇതിലാണെങ്കിൽ തന്നെ പലരും കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അവരുടെ സ്റ്റഡി ജേർണി സ്റ്റാർട്ട് ചെയ്തവരാ. അപ്പം അവർക്കും കാണുമല്ലോ, അവർക്ക് ചെറിയ ഒരു ചെറിയ ഡൗട്ട്സും കാര്യങ്ങളും കാണും, ചെറിയ ടെൻഷൻസ് ഒക്കെ കാണും. അപ്പൊ എല്ലാവരുടെയും ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കി ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷൻസിന്റെ ഫസ്റ്റ് സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ എല്ലാവരും വീഡിയോസ് മാക്സിമം എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ വോളണ്ടറിലി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? നമ്മളുടെ സ്റ്റുഡന്റ് കൗണ്ട് നോക്കുക, കുറച്ച് പേരുള്ളൂ. M.Com ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയാണ്, കുറച്ചുപേരെ നമ്മുടെ സ്റ്റുഡൻസ് ലിസ്റ്റ് വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആർക്ക് ആദ്യം പറയാം? നമ്മളൊരു അവസരം തരികയാണ്. ചുട കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ടി വരും, നമുക്കറിയാം. എന്നാലും ശരി, നിങ്ങളിൽ ആര് ആദ്യം ഒന്ന് വില്ലിംഗ് ആയിട്ട് വരും? ആരാണ്? എന്റെ പേര് റംസിയ. ഓക്കെ, റംസിയ, ഒരു മിനിറ്റ്. ഞാനിപ്പോ UAE വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ നാട്ടില് കാലിക്കറ്റ് ആണ് എന്റെ വീട്. ഞാൻ B.Com 2017 പാസ്സായതാണ്. ഇപ്പൊ ഇവിടെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറെന്താ പറയണ്ടേ? റംസിയ, അപ്പൊ റംസിയക്ക് മാരിഡ് ആണോ? മാരിഡ് ആണ്, ഒരു മോനുണ്ട്.
ഓക്കെ. റംസിക്ക് ഇപ്പൊ എത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട് റംസിയ നമ്മളുടെ ഒരു കോഴ്സ് എനിക്ക് ലാസ്റ്റ്? ഇപ്പൊ ഒരു അറൗണ്ട് 5 ഇല്ല ഒരു 7-8 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വന്നു. ഓക്കെ. റംസിയക്ക് എന്തെങ്കിലും റോൾ മോഡൽസ് ഉണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കലാലയ പഠിച്ച സമയത്തൊക്കെ ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ ലൈഫിൽ? എനിക്ക് മെയിൻ ആയിട്ട് CA പഠിക്കാനായിരുന്നു ആഗ്രഹം. ബട്ട് ഓക്കെ. കുറച്ച് ഫാമിലി ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിന് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു MCOM എങ്കിലും എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ MCOM എടുത്തിട്ടുള്ളത്. ഓക്കെ റംസിയ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ, ഈ ഒരു സിറ്റുവേഷനിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നല്ലോ. ഓക്കെ, താങ്ക് യു റംസിയ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഗെയിം ഉണ്ട്, വേഗം നടന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് കളിക്കേണ്ടതാണ്, വേഗം. എത്തി, റൂമിലെത്തി, താഴെയുള്ള ഫ്ലാറ്റിന്റെ താഴെയുള്ള. ഓക്കെ, താങ്ക് യു റംസിയ. അടുത്തത് ആരാണ്? ഹലോ, ഓക്കെ. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? പിന്നെ കേൾക്കുന്നുണ്ട്. എന്റെ പേര് മുഹമ്മദ് തസ്നീം. ഓക്കെ. ഞാൻ സൗദിയിലെ ജിദ്ദയിലാണ് ജോലി ചെയ്യാണ്. ഇവിടെ നാട്ടിലെ കോഴിക്കോട് ജില്ലയിലെ മുക്കം സ്വദേശിയാണ്. ഓ, മുക്കം നമ്മുടെ മൊയ്തീന്റെ നാട്. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ കമ്മിറ്റിയിലെ അക്കൗണ്ട്സിലാണ്. 10-12 വർഷമായി. 2010 BCom കംപ്ലീറ്റ് ആണ്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും അതിനൊരു തുടർച്ച. ഓക്കെ. എന്തെങ്കിലും ആരെങ്കിലും റോൾ മോഡലായിട്ട് കാണുന്നുണ്ടോ ലൈഫിൽ? ഇന്ന ആളെ പോലെ ആകണം അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മള് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞ ശേഷം അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ. ദെൻ ചേഞ്ച് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ അതിന് ശേഷം? നമുക്ക് ഓരോ ഏജ് കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റ് മാറുന്ന അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും? ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ മോട്ടിവേഷൻ ലൈഫിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. എന്റെ ലൈഫിലും അതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചന്ദ്രമാം നമുക്കൊരു ഗെയിം ഇട്ടാലോ? ഓക്കെ, എല്ലാരും റെഡി അല്ലേ ഒരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട്? റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ റെഡി ആണെങ്കിൽ. എല്ലാരും റെഡി ആണെന്നൊന്ന് പറയാമോ? അല്ലെ ജസ്റ്റ് റിയാക്ഷൻസ് കൊണ്ട് നമുക്ക് ഇടാം. ഓക്കെ, ഫസ്റ്റ് ഗെയിം നമ്മളുടെ ഗസ് ദ മൂവിയാണ്. ഗസ് ദ മൂവി എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് വെച്ചിട്ട് ആ മൂവിയുടെ പേര് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, പിന്നെ നമ്മളുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയാം, നമുക്ക് ബെസ്റ്റ് പെർഫോമർ അവാർഡും കാര്യങ്ങളും എല്ലാം ലാസ്റ്റിലും. അപ്പൊ ഇതിൽ ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, നമ്മളുടെ ആക്ഷൻ ടാസ്കും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു തരുന്ന ആരാണോ അവർക്ക് നമ്മൾ ലാസ്റ്റില് നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഗസ് ദ മൂവിയാണ്. ഗസ് ദ മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പിക്ചറും കാര്യങ്ങളും കാണിക്കും. ആ സിനിമയുടെ പേര് ഏതാന്ന് നിങ്ങൾ പറയണം. ഓക്കെ ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു മുത്തശ്ശി കഥ. ആരാണ്? സച്ചിനാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? ആൻസർ കറക്റ്റ് ആണോ? ഒരു മുത്തശ്ശി കഥ. അതെ, കറക്റ്റ് ആയിരുന്നു. പ്രൈസ് സച്ചിൻ കൊണ്ടുപോയി. റിയാക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും റിയാക്ഷൻ ഇടാമേ. അതെ, ഇരുവട്ടം മണവാട്ടി. ഓക്കെ. ആണോ? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? തസ്നിമ പറഞ്ഞതല്ലാതെ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകും. പൂമരം. ഓ, സച്ചിനും പറഞ്ഞു, വേറൊരാളും പറഞ്ഞു. ആരാണ്? അസ്നയായിരുന്നോ പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? ഹന്ന. ആയിഷ ഹന്നയാ പറഞ്ഞത്. ഓക്കെ, പൂമരം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ റിയാക്ഷന്റെ അവിടെ നമുക്ക് ക്ലാപ്പ് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താട്ടെ, അവരിനിയും പറയട്ടെ. മോട്ടിവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇനിയും പറയാത്തവരൊക്കെ ചാടി ചാടി കയറി ഉത്തരം പറയണേ. കുഞ്ഞാട്. പോരട്ടെ. കുഞ്ഞാട്. അയ്യോ, സച്ചിന് കിട്ടിയില്ല. സച്ചിൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഓക്കെ, അതാരായിരുന്നു പറഞ്ഞേ?
ആയിഷ ഐഷ. ഓക്കെ, ഐഷ ഐഷ വീഡിയോ ഓൺ ചെയ്യാവോ? ഐഷയുടെ മുഖം ആയിഷ കാണാം. ഹന്ന. ഐഷ ഹന്ന വീഡിയോ ഓൺ ചെയ്യുവോ? കേൾക്കുന്നുണ്ടോ? ഐഷ എന്നാ കേക്കാമോ? ആ കേക്കാം. ആ ഓക്കെ, അങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ട് വാ, നമുക്ക് കട്ടക്ക് നിക്കണ്ടേ. വീഡിയോ എങ്ങനെ വീഡിയോ ഇങ്ങനെ ഓഫാക്കി. അതൊന്നും കുഴപ്പം. ഓക്കെ, നമ്മുടെ അടുത്തതാണ് ഹണിബി. ഹണീബി. കറക്റ്റ്. റംസിയ എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഷീ ടാക്സി. കീർത്തന പോരട്ടെ, എല്ലാരും വരുന്നുണ്ട്. എങ്ങനെ പറയാതെ മിണ്ടാതിരിക്കുന്നവരൊക്കെ ചാടി ചാടി പറ. ഇതോ ഷീ ടാക്സി. ഇതോ ഷീ ടാക്സി കഴിഞ്ഞു. അടുത്തതായി മങ്കിപ്പൻ. ഓ, എനിക്ക് ഭയ കീർത്തന സ്കോർ ചെയ്യുന്നു. സച്ചിനെ കണ്ടില്ലേ, കോമ്പറ്റേറ്റീവ് മൈൻഡിൽ ആൾക്കാരൊക്കെ വരുന്നു. അതെ, പോയിന്റ് ഒക്കെ പോവും. പെട്ടെന്ന് ചാടി ചാടി പറ. ഗദ്ദാമ. റംസിയ. മണിച്ചിത്രത്താഴ്. എല്ലാരും പറഞ്ഞു. എല്ലാരും കീർത്തന തുടക്കം ഇട്ട് കൊടുത്തു, ബാക്കി എല്ലാരും പറഞ്ഞു. ഓക്കെ, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഓക്കെ, അത് എല്ലാരും ചാടി കയറും പറഞ്ഞു. കിളിച്ചുണ്ട മാമ്പയം. കീർത്തന വീഡിയോ കൂടെ ഓൺ ചെയ്യ. കീർത്തന വാ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നാട്ടെ. പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം. ഓക്കെ, തേന്മാവിൻ കൊമ്പത്ത്. സച്ചിനെ പോയി, കീർത്തന കൊണ്ടുപോയി. ലേറ്റ് ആയി പോയി. ഞാൻ ഹണീന്ന് പറഞ്ഞത്. അച്ഛൻ ഉറങ്ങുന്ന വീട്. അച്ഛൻ ഉറങ്ങുന്ന വീടോ? അച്ഛൻ ഉറങ്ങാത്ത വീട്. ഉറങ്ങാത്ത വീട്. വെൽക്കം ടു സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിൽ. പഞ്ചാബി ഹൗസ്. അസ്നയായിരുന്നു അത് ചാടി. അസ്ന വീഡിയോ ഓണാക്കി വെക്കാമോ അസ്ന? മേഘ സന്ദേശം. കറക്റ്റ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് പറ. വലത്തോട്ട് തിന്നാണ് അകന്റെ വീട്. തുടക്കം കിട്ടും. പൂപ്പെണ്ണോ? ഒന്ന് ആലോചിച്ച് നോക്ക്, പഴയ ഒരു പടവാ. ഇങ്ങോട്ട് ഓരോരുത്തരായിട്ട് ഒന്ന് നോക്കിക്ക്. കുറച്ച് പഴയ പടവാ. സമയം എടുത്ത് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞില്ലേ. സമയം എടുത്ത് ആരുടെ സിനിമയാണോ? ആരുടെ സിനിമയാന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല. പഴയ പടവാ പക്ഷെ. ഒന്ന് നോക്കിയാട്ടെ. പോരട്ടെ കറക്റ്റാ. ഓക്കെ, പഴയ പടം. ബാക്കിയെല്ലാം ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗെയിം? അതേപോലെ ഒരു തടസ്സം മാറി കിട്ടി. അതാണ് നമുക്ക് ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതങ്ങ് മാറ്റുക, ബ്രേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് കുറച്ച് പേര് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പേര് 3 പേര് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗെയിം ഒക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് പോവാം. അടുത്തതൊരു ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആരാണ്? കുറച്ച് പേരുള്ളൂ, വന്നാട്ടെ. എത്ര പേരാ?
വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ആരാണ് അടുത്തത് വരുന്നത്? ഞാൻ അഫ്സന. അസ്ന. ഓക്കെ, അഹ്സന. അസന. അസ്ന. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാവോടാ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിലെങ്കിലും വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. പറഞ്ഞേട്ടെ. ഞാൻ മലപ്പുറം മമ്പാട്ടിൽ നിന്ന് വരുന്നു. ഓക്കെ, പഠിച്ചത് MES മമ്പാട് കോളേജിലാണ്. BCom 3 വർഷമായി. ഓക്കെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ലൈഫിൽ? ഉണ്ട്. ആരുടെയും കീഴില് വർക്ക് ചെയ്യാനല്ല, എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് സൗദിയിലെ അബ്രോഡ്ക്ക് പോവാൻ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും. ഓൺട്രപ്രണർ ആവാനാണോ? അതെ. ഓക്കെ, ഗുഡ് ലക്ക്. എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? സച്ചിൻ പറയുന്നു. എന്റെ പേര് സച്ചിൻ. ആണ്ട് വന്നു പറഞ്ഞോ. അവിടെ നിൽക്കേ. ഓക്കെ, പറയാ അസ്ന. എന്റെ പേര് അസ്ന. ഞാൻ ചാവക്കാട്, തൃശ്ശൂർ. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ വർഷം പാസ്സായി. കഴിഞ്ഞ വർഷം. ഓക്കെ, ഓക്കെ. അസ്ന എന്തെങ്കിലും ചെയ്യുന്നോ അതോ ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ SCA ചെയ്യുന്നുണ്ട്. CA ചെയ്യുന്നുണ്ട് അല്ലേ? അസ്നയുടെ ലൈഫിൽ അസ്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയാമോ? മോട്ടിവേറ്റ് ചെയ്തതോ? എന്ത് മോട്ടിവേഷൻ? ഒരു സെൽഫ് മോട്ടിവേഷൻ. എന്തോ മോട്ടിവേഷൻ ഇൻസിഡന്റ് ആണോ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്. മോട്ടിവേറ്റ് ചെയ്ത എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് സ്റ്റക്കായി അല്ലെങ്കിൽ സ്റ്റോപ്പായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായ എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ പാസ് ചെയ്തു പോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ സ്ട്രൈവ് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രചോദനം തരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇവന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്, വ്യക്തിയല്ല, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോന്ന്. അത് ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഉണ്ടോ? ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത അവസരം മാമിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്കൊരു മാം ഓൺലൈൻ ഒരു സെഷൻ എടുത്തിരുന്നു. അപ്പോൾ ആ മാം ഒരു 55-60 ഒക്കെ ഉണ്ടാവും ആൾക്ക് ഏജ്. അപ്പോൾ ആളൊരു ഡോക്ടറേറ്റ് ഉള്ള മാമാണ്. MCom ഒക്കെ കഴിഞ്ഞിട്ട് കൊമേഴ്സിൽ. അപ്പൊ മാം PhD ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ആള് 50 കഴിഞ്ഞ് ഫാമിലിയൊക്കെ ഫുൾ സെറ്റായി ആ ഒരു ഏജിൽ ആണ് ആള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റോറി പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിരുന്നു. പ്രൊഫഷൻ ആള് റിട്ടയർമെന്റ് ഒക്കെ ആയിരുന്നു, എന്നിട്ടും ആള് പഠിക്കണം എന്നുള്ളതിലാള് പിന്നെയും പഠിച്ച് PhD ഒക്കെ എടുത്തു. ആള് പറയുന്നു നമുക്കൊരു ബാരിയർ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ഏജ് ഒന്നും ഫാക്ടർ അല്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിരുന്നു. കേൾക്കുന്നുണ്ട്. കേട്ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്, നെക്സ്റ്റ് സച്ചിനും കൂടെ മുമ്പേ പറയാൻ വന്നല്ലേ, സച്ചിനോടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗെയിമിലോട്ടൂടെ പോവാം അല്ലേ? ഓക്കെ, സച്ചിൻ പറഞ്ഞാട്ടെ. എന്റെ പേര് സച്ചിൻ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നല്ലളത്ത് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഡിഗ്രി BCom 2020 കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ 1 ഇയർ ഒരു ടാലി GST അങ്ങനെ പോലുള്ള ഒരു കോഴ്സ് ചെയ്ത്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് എറണാകുളത്ത് ഒരു മറ്റേ അങ്കിൾ ജോൺ ഐസ്ക്രീം കമ്പനിയിലായിരുന്നു. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്ത്, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത്. അവിടുന്ന് പിന്നെ ഞാൻ നാട് വിട്ട് അത് ഇതായതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ പോകുന്നത്, മടുത്ത അവിടെ. ഇപ്പൊ കോഴിക്കോട് പുതിയറയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ട്സിൽ തന്നെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ. അപ്പൊ വേഗം സെറ്റിൽ ആവാന്നുള്ള രീതിയിലാണ് BCom കഴിഞ്ഞ് വേഗം ആ കോഴ്സ് ചെയ്ത് അക്കൗണ്ട്സിൽ ചെയ്ത് വർക്കിന് കയറിയത്. പിന്നെ മനസ്സിലായി എത്ര കൊല്ലം നിന്ന് കഴിഞ്ഞാലും 15-20 ഇതൊന്നും കാര്യമില്ല മനസ്സിലായി. അങ്ങനെ അത് ബെനിഫിറ്റ് വേണം ഇനിയുള്ള ലെവലിലാണ്
M.Com എടുത്തത്. അതാണ്. ഓക്കെ. ഓക്കെ. അപ്പം സച്ചിൻ എന്ത് ടാസ്കാ തരിക പറയാനായിട്ട്? അല്ല, സച്ചിൻ ഏത് ടാസ്ക് ആണ് പറയാനായിട്ട് തരിക എന്ന് ആലോചിച്ചതോ? സച്ചിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് പറയാവോ? ഒരു കുറച്ചു കാലം മുമ്പ് ആഗ്രഹം ഒരു സിനിമ ഫീൽഡിലായിരുന്നു. അതൊക്കെ ഇപ്പൊ ആ, ഉപേക്ഷിച്ച് നടന്ന് നടന്ന് ഉപേക്ഷിച്ച്. ഉപേക്ഷിച്ചോ? ഉപേക്ഷിക്കൊന്നും വേണ്ട, ഉപേക്ഷിക്കൊന്നും വേണ്ട, ഇരിക്കട്ടെ. അതൊക്കെ കയ്യിൽ വെച്ചേക്കണം അല്ലേ? പിന്നീട് ഒരു നമുക്ക് ചിലപ്പോ അവസരത്തിലാണെങ്കിലും നമുക്ക് ചിലപ്പോ ഒരു അവസരം വന്നു കിട്ടുന്ന എപ്പോഴാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ പ്രൈം ഉപേക്ഷിക്കാതെ പക്ഷെ ഉള്ളിൽ കൊണ്ട് നടന്നാ മതി. പ്രൈം അതുകൊണ്ട് പ്രയോറിറ്റി മനസ്സിനുള്ളിൽ കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ കയ്യിൽ വെക്കുക, എപ്പോഴാ അവസരം കിട്ടുന്നത് അതെ, പറയാനൊക്കെ. എപ്പോഴാ അവസരം വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്തേക്ക് നമുക്ക് എന്തായാലും ഒരു അവസരം ദൈവം കണ്ടുവച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്തേക്ക് കിട്ടുമെന്നുള്ളത് മനസ്സിലൊരു പ്രതീക്ഷ കൊണ്ട് നടക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ സച്ചിൻ, താങ്ക് യു. അടുത്തത് നമുക്കൊരു ഗെയിം പോവാം. നമ്മുടെ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പാട്ട് പാടുവോ പറയോ ചെയ്താൽ മതി, അതെ. പാടണം എന്ന് നിർബന്ധമൊന്നുമില്ല, പറഞ്ഞാലും മതി. ഓക്കെ, ഓക്കെ. നമുക്ക് മൂവിങ് ഓൺ ദ നെക്സ്റ്റ് ഗെയിം. സാന്ദ്ര മാം, നമുക്ക് നോക്കിയാലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പാടാന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. അതിനകത്ത് ചിലത് നമുക്കൊരു മൂവിയുടെ ഒരു ചെറിയൊരു പോർഷൻ കാണിക്കും. ഒരു സ്റ്റില്ലായിരിക്കും കാണിക്കുന്നത്, ഒരു പാട്ടിന്റെ ഒരു സ്റ്റില്ല് കാണിക്കും. ആ സ്റ്റില്ല് കാണിച്ചിട്ട് അത് ഏത് മൂവിയിലെ പാട്ടാണ്, അല്ലെങ്കിൽ പാടാൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പാടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സോങ്സിന്റെ ലൈൻസ് തരും. ആ ലൈൻസിന്റെ ബാക്കി പാടാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കിയാലോ? നോക്കാം. ഓക്കെ. ആ, യെസ്. ഗെസ് ദ മൂവി ആൻഡ് സോങ്. ഇത് മമ്മൂട്ടിയുടെ ഒരു പടത്തിലെ ഒരു പാട്ടിനകത്ത് ഒരു മേഘം. ചെറിയ എപ്പിസോഡ്. ഏത് പാട്ടാണെന്നറിയാമോ? മൂവി മേഘം. ഓക്കെ. മൂവി. ഓക്കെ, പാട്ട് ഏതാണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടും ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഐഡിയ ഒന്നും കിട്ടുന്നില്ല. വാണി മിസ്സിന് മനസ്സിലായോ ഏതാ പാട്ടെന്ന്? പിന്നെ മേഡം ഇട്ടോ, ആര് കാണട്ടെ. ഓക്കെ, ഈ പാട്ട് കേട്ടിട്ടില്ലേ? മഞ്ഞുകാലം മഞ്ഞുകാലം. നോക്കും. പാടിക്കോ. ആരാ പാടിയത്? പാടിക്കോ. നല്ലൊരു മെലഡി സോങ് ആണ്. മനസ്സിലായി. ആർക്കെങ്കിലും പാടാൻ അറിയാമെങ്കിൽ പാടിക്കൂ. മേഘത്തിലെ ആർക്കെങ്കിലും ബാക്കി പാട്ടൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞേ അല്ലേ? അതെ, ഇത് തുമ്പേ തുമ്പേ അങ്ങനെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട് അല്ലേ? ഞാനൊരു അതെ. പാട്ട് പാടാം, അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് നോക്കാമേ. ഇതൊരു സോങ്ങിന്റെ കുറച്ച് പോർഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് മുമ്പേ ഉള്ള പോർഷൻസ് എന്താണെന്നുള്ളത് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല്ലവി പറയുക. ഫസ്റ്റ് ലൈൻ പല്ലവി ഒന്ന് പറയാം. എവിടെ ശ്യാമകാനന രംഗം, എവിടെ തൂവലൊഴിയും സ്വപ്നം, കിളികളും പൂക്കളും നിറയും എൻ പ്രിയവനം, ഹൃദയം നിറയും ആർദ്രതയിൽ പറയൂ സ്നേഹ കോകിലമേ ദൂരെ ദൂരെ എൻ തീരമില്ലയോ. കേട്ടോ, ഇതാണോ? കഷ്ടപ്പെട്ട് സാന്ദ്രാമാം ഒരു പദ്യം വായിച്ചു തന്നു. ഈണവേദ താളവേദാന്ന് ഏതാണെന്ന് അറിയത്തില്ല. പറഞ്ഞോ? തരളിത രാവിൽ. അതെ അതെ, ആ, correct. പോരട്ടെ. പാടിക്കോ. തളരിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം. സൂര്യമാനസം. ഓക്കെ. ഓക്കെ, പാടിക്കോ. ഒരു പോയിന്റ് കിട്ടി, ഒരാള് അതെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കറക്റ്റ് ആൻസർ ആയിരുന്നു. തരളിത രാവിൽ മയങ്ങിയോ എന്നുള്ള സൂര്യമാനസം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ തരളിത രാവിൽ മയങ്ങിയോ എന്നുള്ള പാട്ടായിരുന്നു. എനിക്ക് അപ്പൊ ഇനി തോന്നുന്നു ആകാശദൂത് കരയിച്ചതിന് ശേഷം നമ്മളെ കരയിച്ചിട്ടുള്ള ഒരു പടമാണ്. കരയിച്ചിട്ടുള്ള ഒരു പടമാ, ശരിയാ. ഓക്കെ, അപ്പം കരയിച്ചൊരു പടത്തിൽ നിന്ന് നമുക്കിനി ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങിലേക്ക് പോവാം. ഗെസ് ദ മൂവി ആൻഡ് സോങ്. പടകാളി. ആ, സിനിമ ഏതാണ്? സിനിമ ഏതാ? യോധല്ലേ? യോധ. സച്ചിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യോധ മൂവിയിലെ പടകാളി ചണ്ടിച്ചങ്കിരി എന്നുള്ള പാട്ട്. ഓക്കെ, റഹ്മാന്റെ ഫസ്റ്റ് പാട്ട്. റഹ്മാന്റെ ഫസ്റ്റ് പാട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഏത് മൂവി ആണെന്നുള്ളതും ഏത് സോങ് ആണെന്നുള്ളതും അതിന്റെയും ഫസ്റ്റ് പല്ലവിയാ ചോദിച്ചേക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ. എന്റെ ട്യൂണൊന്നും ആരും ഒന്ന് ഇതാക്കല്ലേ. പണ്ട് 80s ഒരു ഹിറ്റ് പാട്ടാണ് അല്ലേ? അതെ, ക്ലൂ സഹിതമാ, ട്യൂൺ സഹിതമാണ് മാം പറഞ്ഞു കൊടുത്തത്. അത് വീണ്ടും വീണ്ടും വേറൊരു പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സെയിം പാട്ട്. എന്റെ ട്യൂൺ കേട്ടിട്ട് അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു പൂവിന്റെ പേരൊക്കെ വരുന്നില്ല. ഒരു പൂവിന്റെ ഒക്കെ പേര് വെച്ചിട്ടാണ് തുടക്കം.
മലയാളത്തിലെ 2 ലെജൻസ് ആയിട്ടുള്ള ആൾക്കാര് ഉണ്ടായിരുന്ന ഒരു പടമാണ്. ആ പാട്ടിനകത്ത് രണ്ടുപേരും ഉണ്ട്. ഏകദേശം ഇതിന്റെ എത്ര മൂവീസ് വന്നിട്ടുണ്ടാവും ഇല്ലേ? ആ ബാക്കായിട്ടൊരു അത്യാവശ്യം മൂവീസ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? കിട്ടുന്നുണ്ടോ പാട്ട്? മൂവി നെയിം ഒന്ന് പറയോ? മൂവി നെയിം പറയണോ? നല്ലൊരു ഈണത്തില പാട്ട് പാടി തന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി. ട്രെയിനിനകത്തുള്ള ഒരു പാട്ടാ. അത്രയും വരെ പറഞ്ഞില്ലേ? ട്രെയിനിനകത്ത് പാടുന്ന ഒരു പാട്ടാ. കിലുക്കത്തിന്റെ പാട്ട്. ഓ അല്ല, പേര് തന്നെ ഉണ്ട് ക്ലൂവ്. അതെ, നമ്പർ 20 മദ്രാസ്. അത് തന്നെ. അത് തന്നെ. പാട്ട് ഏതാന്ന് മനസ്സിലായോ? ഫേമസ് ആയിട്ടൊരു ഹിറ്റ് പാട്ടാ അത്. വരി വരുന്നില്ല. അതില് നമ്മള് നല്ല ഒരു ഡയലോഗ് ഉണ്ട്. സിനിമയുടെ പേര് കിട്ടി. അതിന്റെ നമ്മുടെ ഇന്നസെന്റ് നല്ല ഒരു പാട്ട് പാടുന്നുണ്ട്. സിനിമ നടാ പറ, അറിയാവോ? അതെ, പിച്ചകപ്പും ബാവുകൾക്കും അപ്പുറം. കറക്റ്റ്. ഓക്കെ, നല്ല ഈണത്തിൽ വേണം പറഞ്ഞു തന്നായിരുന്നു. നമുക്കന്ന് അടുത്തത് നോക്കാം. ഓക്കെ, നമ്പർ 20 മദ്രാസ് മെയിലെ പിച്ചകപ്പും കാവൽക്കും അപ്പുറം. നെക്സ്റ്റ്, ഗെസ് ദ മൂവി ആൻഡ് സോങ്. ഇതൊരു പാട്ടിലെ ഒരു പിക്ചറാ കൊടുത്തേക്കുന്നത്. ഏത് പാട്ടാണെന്നുള്ളതും ഏത് മൂവി ആണെന്നുള്ളതും. ഇതും ഭയങ്കര എന്തോ കാലാപാനി. യെസ്, കാലാപാനിയാണ് മൂവി. സോങ് ഏതാന്ന് മനസ്സിലായോ? ആലോചിച്ച് നോക്കിക്കേ. പഴയ കുറച്ച് എല്ലാരും ഇപ്പോഴും പാടിക്കൊണ്ടൊക്കെ നടക്കുന്ന ഒരു പാട്ടാ. അപ്പുക്കുട്ട തൊപ്പിക്കാര അതാണോ? അതല്ല, കുട്ടിത്തുപ്പിക്കാരൻ. അത് കാലാപാനിയിലെ അല്ലല്ലോ ആ പാട്ട്. അത് വേറൊരു പാട്ട്. അത് ചന്ദ്രലേഖ നമ്മുടെ തബു ആണ്. തബു. ആ, തബു മോഹൻലാല്. കിട്ടുന്നുണ്ടോ? ക്ലാസിക് മൂവി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സൂപ്പർ മൂവിയാണ്. അറിയാവോ? ഇല്ല. പാട്ട് ഏതാന്ന് നോക്കാം മിസ്സേ നമുക്ക്. നോക്കാം. ഓക്കെ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ എന്നുള്ള പാട്ടില്ലേ, കാലാപാനിയിലെ? അവർക്ക് അറിയാം. അറിയാവുന്ന ആ സ്പോട്ടിൽ കിട്ടാതെ പോയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഗെസ് ദ മൂവി ആൻഡ് സോങ്. ഇതും ഫസ്റ്റിലത്തെ ലൈൻസ് കൊടുത്തിട്ടുള്ള, അത് കഴിഞ്ഞിട്ടുള്ള ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഏതാണെന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. ഇതും എളുപ്പമാണ്. അതിനകത്ത് തന്നെ അതിന്റെ ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈൻസിനകത്ത് തന്നെ ഉണ്ട്. ഒരു ക്ലൂ കൊടുത്തേക്കാം അല്ലേ മിസ്സേ? ദിലീപിന്റെ ഒരു പടത്തിലെ പാട്ടാ. ദിലീപിന്റെ ഒരു സിനിമ, ദിലീപിന്റെ ഒരു പടത്തിലെ പാട്ടാ. ദിലീപ് ഭയങ്കര ഒരു വേറൊരു ഗെറ്റപ്പിൽ വന്നിട്ടുള്ള ഒരു പടം. ആ ഒരു പടത്തിലെ പാട്ടാ. കുറച്ച് പഴയതാ. എന്തോ വേണോ? മുമ്പത്തെ പോലെ ട്യൂണ് ക്ലൂ കിട്ടാൻ വേണ്ടിയായിരിക്കും. അത് കിട്ടിയ പാടും. എനിക്ക് തോന്നുന്നു ഈ പാടിയ ആള്, എനിക്ക് തോന്നുന്നു മലയാളത്തില് ലാസ്റ്റ് പാടിയത് ഇതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കറക്റ്റ് അല്ല. അത്യാവശ്യം ഒരു ലെജൻഡറി ആയിട്ടുള്ള സിംഗർ പാടിയ പാട്ടാണ്. വളരെ നല്ലൊരു താരാട്ട് പാട്ടാണ്. അതെ, നല്ലൊരു താരാട്ട് പാട്ടാ മലയാളത്തില്. ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഫുള്ള് കഥ ഇതില് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അതൊന്ന് കേട്ടാൽ മനസ്സിലാവും. ഫുള്ള് സിനിമയുടെ കഥ ഈ ഒരു പാട്ടിൽ പറയുന്നു. അതെ, അത് ഇത്രയും ഗെസ് തന്നില്ല. ഒരു അടിപൊളി ഒരു താരാട്ട് പാട്ടാണ്. ദിലീപിന്റെ സിനിമയാണ്. ദിലീപ് വേറൊരു ഗെറ്റപ്പിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ്. കടലുമായിട്ട് ബന്ധമുണ്ട്. കടലുമായിട്ട് ബന്ധമുണ്ട്. ചാന്തുകോട്ടെ. യെസ്, മൂവി ചാന്തുവട്ടാണ്. പാട്ട് ഏതാന്ന് മനസ്സിലായോ? ഇനി എളുപ്പമല്ലേ? ഇനി എളുപ്പമാ. താരാട്ട് പാട്ടാ. അതിനകത്ത് ഒരു താരാട്ട് പാട്ടേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പാടിത്തരാന്ന് വെച്ചാല് അതിൽ
പാടണമെന്നൊക്കെ ഉണ്ടെന്നേ, പക്ഷെ പാടി കടലിലാണ് മോശമായി പോയെന്ന് വെച്ചിട്ടാ. തുടങ്ങുന്നത്. കാരണം നിങ്ങളെ പലരെയും ഇച്ചൂടെ കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ പിന്നെ നേരെ ക്ലാസ് എടുക്കും, ഇത് പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ഫസ്റ്റ് പാട്ടാ മനസ്സിലായി. തീ ഉം. കിടക്കുന്ന മുത്തേ. അത് ആ തന്നെ ഒന്നുകൂടെ കറക്റ്റ്. ഒന്നുകൂടെ പാടാമോ? കറക്റ്റ് ആയിട്ടൊന്ന് പാടാവോ? തുടക്കം ഒന്നും കിട്ടിയത്. ലിറിക്സ് ഒന്നും അറിയില്ല. ആ ലിറിക്സ് ഇട്ടിട്ടുണ്ട്, Lyrics കിട്ടി. പഠിക്കൂ. അല്ല പാടാൻ അറിയില്ല. പോരട്ടെ, ഉള്ളിലെ ഗായകനെ ഉണർത്താൻ പറ. അതെ, ഇല്ല, ഗായകല്ല. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ. പാട്ട് തന്ന് പാടാനുള്ള മനസ്സിലായോ? ABCD അറിയില്ല. ഓ മനസ്സിലായി. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി. ഓക്കെ, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിയാലോ? ബാക്കി ആരും മിണ്ടുന്നില്ലല്ലോ. ആ. കീർത്തനൊക്കെ എവിടെ പോയി? കീർത്തന അവളുണ്ടോ? വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുക കീർത്തന. നിങ്ങളൊക്കെ ആക്റ്റീവ് ആണെന്ന് കാണട്ടെ. ഓറിയന്റേഷൻ അല്ലേ? നാടോടിക്കാറ്റല്ലേ? ആ, പാട്ട് ഏതാണ്? വൈശാഖ സന്ധ്യ. ഓക്കെ, സച്ചിൻ ആ. കറക്റ്റ് ആയിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. മൂവിയും സോങ്ങും പറഞ്ഞിട്ടുണ്ട്. ഉം. ഓക്കെ, അടുത്തത്. ഓക്കെ. വൈശാഖ സന്ധി. ഓക്കെ, ഇതും ഒരു സോങ് ആണ്. ഏത് മൂവിയിലെ ആണെന്നുള്ളതും അതിന്റെ ഒരു കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻസ് ഏതാ? കാവലായി വൈതേട് ഒരു മാതിരി. പോരട്ടെ, ഇതും കുറച്ച് ഇടനെഞ്ചിലെ മുറിവാറ ഗപ്പി. തന്നെ വരിയതാ കറക്റ്റ്. സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിങ് ഇതല്ല. സ്റ്റാർട്ടിങ് ഒന്ന് നോക്കാമോ? അത് ഈ പറഞ്ഞ പോലെ ആ അത്രയും ലൈൻ പാടിയ തന്നെ അതിന്റെ ആ ഒരു ടൂൺ നമുക്ക് കിട്ടും. ഗപ്പിയല്ലേ? ആ, ഗപ്പി. ഞാൻ പറഞ്ഞു മിസ്സേ. ഏതാ ആ. സച്ചിൻ പറഞ്ഞോ? ഏതായിരുന്നു സച്ചിന്? ഗപ്പി പറഞ്ഞായിരുന്നു. ആ ഞാൻ ഗപ്പി പറഞ്ഞു. ആ പാട്ട് ഏതാണ്? ഇടനെഞ്ചിലെ മുറിവാറ. ഇവിടെ ഇടയ്ക്കത്തേത് മൂളിയതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പോരട്ടെ. സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒരു മിനിറ്റ്. അതൊന്ന് മൂളി നോക്ക്, അത് കഴിയുമ്പോ ലാസ്റ്റ് കിട്ടും. മുന്നേറും എന്നോമൽ കണ്ണീരും മാറേണം. അതല്ലേ? ചന്ദ്രമാ. അതെ അതെ, അതിന്റെ ഫസ്റ്റ് തുടക്കം ഇതല്ല, എങ്കിലും സച്ചിൻ ഏകദേശം ഒക്കെ ഒന്ന് ഇതാക്കി വന്നിട്ടുണ്ട്. പറയുന്നത്. ഏകദേശമായിട്ടാണ്. ഓക്കെ, തനിയെ മിഴികൾ തുമ്പിയോന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ തൊട്ടുള്ളത് പാടിയിട്ടുണ്ട്. മഞ്ഞേറും തൊട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗെസ്റ്റ് മൂവി ആൻഡ് സോങ്. സദാനന്ദന്റെ സമയം. ഏതായിരുന്നു റെംസിയ? റെംസിയക്ക് അറിയാം ഇല്ലേ? അറിയാം, ബട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ പഴയ സിനിമകളെ തപ്പി കണ്ടുപിടിച്ച് വരല്ല. ഇത് നമുക്കൊരു ഡൗട്ട് വരും, കാരണം ഇവര് ജോഡികളായിട്ട് ഒത്തിരി പടത്തിലുണ്ട്. സദാനന്ദന്റെ സമയല്ലേ മൂവി? ഏതാണ്? സദാനന്ദന്റെ സമയം അല്ല അല്ല, അതാ ഞാൻ ഇന്ദ്രജിത്തുള്ള സിനിമ. ഇന്ദ്രജിത്ത് മരിക്കുന്ന പടം. കാവ്യമാധവൻ കമലായിട്ട് ഒരു പടമാണ്. തിളക്കല്ല, തിളക്കം. ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇന്ദ്രജിത്ത് മരിക്കുന്ന സിനിമ. അത് തന്നെ. സിനിമയുടെ പേര് ഓർമ്മയില്ല. കാരണം ക്ലൂ എല്ലാം റെംസിയ തരുന്നുണ്ട്, നമ്മളൊന്നും അതിനെ ഇനി അവര് കളിച്ചു. പേരും ആരോ ഇടയ്ക്കൊന്ന് മൂളിയിട്ടുണ്ട്. തിളക്കം മിസ്സാണ് മിസ്സേ. ഞാനാ പറഞ്ഞത്. അല്ല, മിഴിരണ്ടിലും. അത് തന്നെ. അത് മുമ്പേ പാട്ട് ഏതാണ്? മനസ്സിലായോ? ഏതോ ഒരു കുട്ടികളെ ഒരു അങ്ങനെ ഒരു വരുന്നൊരു വാവ അങ്ങനത്തെ എന്തോ ഒരു പാട്ടല്ലേ? അങ്ങനെയൊക്കെ പറയാം. നമ്മള് വീട്ടില് മക്കളെയൊക്കെ സ്നേഹത്തോടെ അങ്ങനത്തെ എന്തോ ഒരു പാട്ടായിരുന്നു. സീൻ ഓർമ്മയുണ്ട്, പാട്ട് ഓർമ്മ കിട്ടുന്നില്ല. കീർത്തന പോരട്ടെ. അത് തന്നെ, കറക്റ്റ്. തങ്കമേ എന്നുള്ളതിന് തുടക്കത്തിൽ വേറെ സാധനമുണ്ട്, ഓമനയുണ്ട്. തങ്കമയുടെ മുമ്പിൽ ഓമനയുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേരോട് ഷെയർ ചെയ്തെടുത്തോ. ഒരാള് മൂവിയും പറഞ്ഞു, ഒരാള് പാട്ടും പറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാമേ. ഇത് ഏത് പാട്ടാണ്? ഗെസ്റ്റ് മൂവി ആൻഡ് സോങ്. ഇതും ഒരു കുറച്ച് പഴയൊരു പടത്തിലെ ഒരു പാട്ടാണ്. ഇത് നല്ലൊരു പാട്ടാണ്. നല്ലൊരു പാട്ട്. നമ്മള് ഭയങ്കര ഭക്തിയൊക്കെ ഭക്തി ഇതില് വരുന്ന ഒരു പാട്ട പോലെ ഒരു പാട്ട്. അതാണോ ഭക്തി മാർഗത്തിൽ വരുന്ന പാട്ട്?
ഉം. മുറ്റത്തെത്തും ഏകദേശം ആ ഒരു തെന്നലേ ബീറ്റിൽ വരുന്ന പാട്ട് തന്നെ. ആ അതെ. മുറ്റത്തെത്തും തെന്നലേ മോഹൻലാലിന്റെ പടമല്ലേ? ലാലേട്ടന്റെ പടമല്ലേ? അതെ അതെ, ഏതോ ലാലേട്ടന്റെ മുറ്റത്തെത്തും പടം. തെന്നലേ അതല്ല. അതെ. അവളൻ കളിത്തോഴി അല്ല. ആ ഈണം വരുന്ന ആ ഒരു ഇത് തന്നെ വരുന്നതാണ്. ചന്ദ്രോത്സവം. ആ അത് തന്നെ ചന്ദ്രോത്സവത്തിലെ അത് തന്നെ. ശരിയാ, സച്ചിൻ പറഞ്ഞത് ശരിയാട്ടോ. ആ. തുടക്കം പറ. തുടക്കം പറഞ്ഞോ? കളിത്തോഴിയാന്ന് ഞങ്ങക്ക് മനസ്സിലായി, താഴെ ഉണ്ട്. ആ പോരട്ടെ ഒരു ഇങ്ങോട്ട്. ഫ്രണ്ടിൽ ഒരു സാധനം വരും. പോരട്ടെ, അതിന് മുമ്പേ കളിത്തോഴിക്ക്. ആ അത് തന്നെ. ഏതാണ്? ആ അത് മുറ്റത്തെത്തും തെന്നലല്ലേ? ആ അതെ അത് അതെ തന്നെ. ആ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മിസ്, കേക്കില്ലേ? ആണോ? ആണോ, എനിക്ക് മുറ്റത്തെത്തും കിട്ടി. തെന്നലേ വന്നില്ല, കളിത്തോഴി മാത്രമേ കേട്ടുള്ളായിരുന്നു. കളിത്തോഴി മാത്രം ഞാനും കേൾക്കുന്നുള്ളൂ. അല്ല, അതാ അതിന് ഞാൻ ശേഷം ഞാൻ മറ്റേ പാടിന്. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാവേ. ചന്ദ്രോത്സവ സിനിമയിലെ മുറ്റത്തെത്തും തെന്നല്. ഗെസ് ദ മൂവി ആൻഡ് സോങ്. എളുപ്പമല്ലേ? അപ്പുവേട്ടെ ആ അല്ലേ? അല്ല, ആരോ കീർത്തന പാടിയായിരുന്നു. പാടി, കീർത്തന പാടി. ആ ഓക്കെ. ഇതായിരുന്നു മുമ്പേ ഭക്തിമാർഗം എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് മിസ്റ്റേക്ക് വന്നതായിരുന്നു കേട്ടോ. അമ്പലപ്പുഴ. ആ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ അദ്വൈതം സിനിമയിലെ പാട്ടായിരുന്നേ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഈ സോങ് ഇത് ഏതിൽ വരുന്നതാണെന്നുള്ളത്, ഇതിന്റെ ഫസ്റ്റ് ലൈൻസ്. നല്ല ഒരു പാട്ട്. ഇതും കുറച്ച് പഴയ ഒരു പടമാ അല്ലേ? ആ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് അവാർഡുകളൊക്കെ നമ്മൾ ഇതിന്റെ നായികയ്ക്ക് അവാർഡൊക്കെ കിട്ടിയ. ഉം 2 നായികമാര്, 2 നായകന്മാരും. നായകന്മാരും. ഇതിന്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനൊക്കെ നമുക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നും. നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അറിയാമോ? ഒരു മഴയുമായിട്ട് ബന്ധമുണ്ട് സിനിമ പേരിന്, സിനിമയുടെ പേരിന്. പാട്ട്. ഒരു ക്ലൂ കൂടെ കൊടുക്കണോ മിസ്സേ? ആ കൊടുക്കാം, അവര് പറയട്ടെ. എത്ര നേരം ആക്റ്റീവായിട്ട് കളിക്കുമല്ലേ. നമ്മുടെ ദിലീപും കാവ്യ മാധവനും മീര ജാസ്മിനും ഒക്കെ കൂടെ അഭിനയിച്ച ഒരു പടവാ വിനീത്. തീർന്നു. ഇനി ഇതിൽ കൂടുതലില്ല, എല്ലാം പറഞ്ഞു. ഇനി പാട്ട് പേര് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ, അത്രയും പറഞ്ഞിട്ടോ ആർക്കും കിട്ടുന്നില്ല. ആരും എന്താ മിണ്ടായിരിക്കുന്ന? ആർക്കും കിട്ടിയില്ലേ? അന്ന് ഏതാന്ന് പറഞ്ഞാലോ മിസ്സേ? ഒരുമിച്ചിട്ടുള്ള സിനിമ ഏതാ? ഏതാണ് റംസിയ? ദിലീപും മീര ജാസ്മിനും ഒരുമിച്ചിട്ടുള്ള പടം ഏതാ? ഗ്രാമഫോണോ? അല്ല, ദിലീപുണ്ട്, അതില് നവ്യ നായരല്ലേ? അല്ല, ദിലീപുണ്ട്, മീര ജാസ്മിൻ ഉണ്ട്, കാവ്യ മാധവനുണ്ട്, വിനീത് ഉണ്ട്. 4 പേരുണ്ട്. ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ദിലീപും മീര ജാസ്മിനും തമ്മിലാണ് കോംബോ വരുന്നത്. അതാണ് വ്യത്യാസം. പെട്ടെന്ന് കിട്ടും. കിട്ടിയില്ല. മീര ജാസ്മിൻ എന്തോ അവാർഡൊക്കെ കിട്ടിയ പടമാണ്. ഇതിന്റെ പാട്ടിന്, ഈ പാട്ട് ജയചന്ദ്രന്റെ പാട്ടാണ്. നോക്കിയാലോ മിസ് ഏതാന്ന്? പെരുമഴക്കാലത്ത്. അതെ, മൂവി കറക്റ്റ്. ആ സോങ് ഏതാന്ന് പറയാമോ? നല്ലൊരു പാട്ടാണ്. വിനീതും കാവ്യ മാധവനും കൂടെ വരുന്ന സോങ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ, അവര് ഡിവറ്റ് വരുന്ന സോങ്. അവര് ഡിവറ്റ് വരുന്ന സോങ്ങാ. എനിക്കൊന്ന് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ ആണോന്ന് ഡൗട്ട്. ആണോ? ഡൗട്ട്. കിട്ടിയില്ല. പെരുമഴക്കാലം മൂവിയിലെ നല്ലൊരു പാട്ടാ അത്. കണ്ണിനെ പറ്റിയ തുടക്കം. ഇനിയില്ല, ഇനി ഞാൻ പാട്ട് പറഞ്ഞു. നോക്കിയാലോ ഏതാന്ന്? ഓക്കെ, പെരുമഴക്കാലത്തിലെ ചെന്താർമിഴി പൂന്തേൻമൊഴി എന്നുള്ള പാട്ടായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗെസ്റ്റ് ദ മൂവി ആൻഡ് സോങ്. അയ്യോ, നിറം. പോരട്ടെ. പോരട്ടെ. ശുക്രിയ. ശുക്രിയ. അതിന്റെ ഫസ്റ്റ് പാടാമോ? ശുക്രിയ ഏതിലെയാണ് ശുക്രിയ? ചിറകിൽ. കറക്റ്റ്. സിനിമ ഏതായിരുന്നു? നിറം. നിറം. ഓക്കെ. എല്ലാരും വന്നിട്ടുണ്ട്. ഇതങ്ങാണ് ആദ്യം കിട്ടാൻ മതിയായിരുന്നു. ഞങ്ങക്ക് മെലഡീസും ഒന്നും താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. അടിച്ചുപൊളിയാണ്. ഇത് കുറച്ച് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മൂവിയിലെ മാലിക്. സോങ്. മാലിക് സിനിമ. ശരിയാ. പാട്ട് ഏതാന്ന് പറയാമോ? കീർത്തന പാടൂ. മനസ്സിലായോ ഏതാ പാട്ടെന്നുള്ളത്? തീരമേ തീരമേ. അത് തന്നെ, കറക്റ്റ്. അത് തന്നെ. മാലിക് മൂവിയിലെ തീരമേ തീരമേ എന്നുള്ള പാട്ട്. ഗെസ്റ്റ് മൂവി ആൻഡ് സോങ്. ഇത് ഏത് പൊന്നാമ്പൽ പുഴയിറമ്പിൽ. ഹരികൃഷ്ണൻസ്. ഹരികൃഷ്ണൻസിലെ പൊന്നാമ്പൽ. പൊന്നാമ്പൽ. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും അറിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മൂവി ഒരു പോർഷൻ കൊടുത്തിട്ട് സോങ്ങിന്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏതാണെന്ന് പറയാമോ? ഇത് അടിപൊളി ഒരു പാട്ടാണ്. നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത നല്ല അടിപൊളി ഒരു പാട്ടാണ് അത്. പോരട്ടെ. തുടക്കം പോരട്ടെ. കറക്റ്റാ. തുടക്കം പോരട്ടെ. തുടക്കം ലിറിക്സ് ഓർമ്മയില്ല. പാട്ടൊക്കെ പടം ഏതാന്ന് ഓർമ്മയുണ്ടോ? ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നു. കറക്റ്റ്. കീർത്തന. ഓക്കെ, പടം ഏതാന്ന് ഓർമ്മയുണ്ടോ? സൺഡേ ഹോളിഡേ. കറക്റ്റ്. സൺഡേ ഹോളിഡേയിലെ പാട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് കുറച്ച് പഴയ പടവാ. ഉള്ളടക്കം അല്ല. ഇതിന്റെ ഒത്തിരി റീമേക്ക് വന്നിട്ടുണ്ട് അല്ലേ? തമിഴും ഒക്കെ പോയി. ഇതിലെ നായകനായിരുന്നത് സുരേഷ് ഗോപിയാണോ അല്ലേ? സുരേഷ് ഗോപിയാണ്. ട്രാജഡി മൂവിയാണ്. ട്രാജഡി. ഇത് ശരിക്കും പറഞ്ഞ ഒരു അമ്മ മകൾ ബന്ധത്തിനകത്ത് ആ ഒരു കഥ പറയുന്ന ഒരു മൂവിയാ. ഇതും ഫീമെയിൽ ഓറിയന്റഡ് ആണ്. അതെ, അമലക്കാണ് കൂടുതൽ പ്രാധാന്യം. കുറച്ച്. എന്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ പടത്തിലെ ആലാപനം തേടും തായ്മനം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇത് ഏത് പടമാണെന്നുള്ളതും ഏത് സോങ് ആണെന്നുള്ളതും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോളേജ് കാലഘട്ടം ഒക്കെ കാണിക്കുന്ന ഒരു പടമാ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടം. കൂടെ നിൽക്കാം. ഒരു നിനക്കായി മറ്റേ പോരട്ടെ. സൗഹൃദങ്ങൾ പങ്കുവെച്ച് നിനക്കായി എന്നല്ല സിനിമന്റെ പേര്. നിനക്കായി അല്ല. നിനക്കായി അല്ല. അത് പാട്ടിന്റെ തുടക്കം. നിനക്കായി സ്നേഹത്തിൽ റീമേക്ക് പാടാം. ജാലകം ആ പടമല്ല പാട്ടുമല്ല. കിട്ടുന്ന അവസരം. ഇതിന്റെ ബാക്കി ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം. തുടക്കം പാട്ട് മനസ്സിലായി.
സ്വപ്നങ്ങളിൽ പങ്കുചേരാം. കൂടെ ആ, ചേരാം, ഉം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം. നമ്മൾ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഉം. ഒരു 3 പേര് കൂട്ടുകാർ ചേർന്ന് നമ്മൾ ഡയലോഗ് അടിക്കും ഇംഗ്ലീഷിൽ. എനിക്കത് തമന്നയുടെ ഒക്കെ തമന്ന ഒക്കെ വന്ന പടം, ഫസ്റ്റ് വന്ന പടമല്ല, പടം അല്ല, തുടക്കം ആദ്യത്തെ ഒരു കാലഘട്ടത്തിലെ പടമാണ്. അവരുടെയൊക്കെ ഒരു പേസ് വന്ന പടമാണ്, ബ്രേക്ക് കിട്ടിയ പടമാണ്. അതിലൊരു ഹാപ്പി ഡേയ്സ് ആണോ? ഹാപ്പി അതെ, ഡേയ്സ് ആണ് നാളെ. ഇനി പാട്ടുകൂടെ പോരട്ടെ. ഓ മൈ ഫ്രണ്ടാ, അതിന്റെ തുടക്കം നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം, മനസ്സിന്നും അറിയില്ല, അത് തന്നെ, അത് തന്നെ, അതായിരുന്നു പാട്ട്. ഓക്കെ, നമുക്ക് അവസാനം കിട്ടി. അറിയില്ല സ്നേഹത്തിന് അതിരില്ല എന്നുള്ള പാട്ട്. ഓക്കെ, മതിയായോ ഗെയിം? നമുക്കിനി ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ മിസ്സേ, നമുക്ക് ഗെയിം. അടുത്തത് കീർത്തന വന്നാട്ടെ, കീർത്തന ഒന്ന് പരിചയപ്പെടട്ടെ, വീഡിയോ ഓൺ ചെയ്തിട്ട് വന്നാട്ടെ. എന്റെ പേര് കീർത്തന മേനോൻ, ഞാൻ കോഴിക്കോട് നിന്നാ വരുന്നത്. കീർത്തന ഒരു സജഷൻ പറഞ്ഞോട്ടെ, ഒന്ന് ഇപ്പൊ ഓക്കെ, മോഹൻ ഞങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, എന്റെ പേര് കീർത്തന മേനോൻ, ഞാൻ കോഴിക്കോട് നിന്നാ വരുന്നത്. ഞാൻ ബികോം ഫിനാൻസ് ആയിരുന്നു. 2021 കഴിഞ്ഞത്. ഇപ്പൊ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്, പിന്നെ SAP ചെയ്യുന്നുണ്ട്. ഓക്കെ, SAP ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് ഇച്ചിരി കഴിയുമ്പത്തേക്കിന് വീട്ടിൽ തന്നെ ഇരുന്ന് ഷെയർസ് ഒക്കെ എടുക്കാനാണോ? എനിക്കിങ്ങനെ എബ്രോഡ് പോകണം എന്നൊക്കെ ഭയങ്കര ഒരു ഇതാ. അപ്പൊ ഞാൻ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഫോറിൻ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്നത്. കൂടി വേണം എന്നുള്ളൊരു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഗ്നൂലെ MCOM ആണ്, ഇന്റർനാഷണൽ ബേസ്ഡ് ആണ് കൂടുതലും സബ്ജക്റ്റുകളൊക്കെ. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ കീർത്തനയുടെ പറഞ്ഞു, മീൻസ് നമുക്കിപ്പം നമ്മളെ എന്തെങ്കിലും തളർത്തിയതോ അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് പക്ഷെ നമ്മൾ അതിനെ സ്ട്രൈവ് ചെയ്ത് കയറി വന്നൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ എന്റെ ഒരു ഇത് പറയുവായിരുന്നെങ്കിൽ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് MBA സെക്കൻഡ് ഇയറിൽ നല്ലൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻസ് റിസർച്ച്. അത് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത്, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഞാനത് ജയിക്കും, ഏറ്റവും കൂടുതൽ സമയം കൊടുത്ത അതിനാണ്, ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് അതായിരുന്നു. അത് കയറി വരുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടായിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയോട് ഞാൻ പറയുമായിരുന്നു, മേഡം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ, MBA എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്, ഈ ഒരു പേപ്പർ താനും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ്, ലഘുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ ചെറിയൊരു കാര്യം പറഞ്ഞു, മേജർ ഇഷ്യൂസ് ഉണ്ട്, എന്നാലും ചെറിയൊരു കാര്യം. അതേപോലെ നമുക്ക് കടന്ന് കയറാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ച എന്തൊരു സിറ്റുവേഷനെ നമ്മളത് ഓവർകം ചെയ്ത് സക്സസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പൊ MCOM എടുക്കുമ്പോ എനിക്ക് പറ്റോ, എനിക്ക് ആ ലാസ്റ്റ് അസൈൻമെന്റ് അങ്ങനത്തെ ഒരു ടെൻഷൻ അല്ലാതെ അതിന്റെ മുന്നേ വേറെ ഒരു ഇല്ല ടെൻഷൻ ഉണ്ട്. ഓക്കെ താങ്ക് യു കീർത്തന. അപ്പൊ കീർത്തന ആദ്യമൊക്കെ ക്യാമറ ഓഫ് ചെയ്ത് പതുങ്ങിയിരുന്ന ആളാണ്, ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സെഷൻ തന്നെ, മാറിയിരിക്കുന്നവരെ ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരിക. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ തന്നെ ഇരിക്കും, വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഇനിയിപ്പോ ഇത് അതുകൊണ്ട് പോയി, എന്തിനാണ് വീഡിയോ ഓഫ് ചെയ്യുന്നത്? നമ്മളൊക്കെ തന്നെ കുറച്ച് കുട്ടികളല്ലേ നോക്കിയായിട്ട്, നിങ്ങൾ എത്ര, ഞങ്ങൾ 3 പേര് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ച് കുട്ടികളെ ഉള്ളതിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു കീർത്തന. ദെൻ അടുത്തത് ആരാണ് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഈ കൂട്ടത്തില്? 1 second ഗൈസ്, എനിക്ക് വർക്ക് ഉണ്ട്, ഞാൻ ലീവ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു റംസിയ. താങ്ക് യു റംസിയ. ഓക്കെ ബൈ ഗൈസ്. ഓക്കെ, ദെൻ ഇനി ആരാണ് മാം ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരാണ്? അഫ്സാന ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? ചെയ്തു മാം. ചെയ്തു. ഹന്ന, ആയിഷ? ഐഷ? ഹലോ. ഹായ് ആയിഷ. ഹായ്, എന്റെ പേര് ആയിഷാന. ഞാന് മലപ്പുറത്ത് വളാഞ്ചേരി പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ബികോം ഫിനാൻസ് ചെയ്യുന്നു.
2 കൊല്ലം മുന്നെയാണ് പാസ് ഔട്ട് ആയത്. പിന്നെ ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തു. ഇപ്പൊ ചെറുതായിട്ട് ഒരു ജോലിക്ക് ഇരിക്കുന്നു. ഒരു 6 മാസമായി ടാക്സിന്റെ ഓഫീസിൽ. ഓക്കെ. എങ്ങനെ പോയി ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? പഠിത്തവും അതും കൂടെ അത് വലിയ ഹാർഡ് ജോബ് ഒന്നല്ല തോന്നി. പിന്നെ ട്രെയിനിൽ കയറിയതാ. പറ്റും. അപ്പൊ വലിയ എല്ലാരും അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല. കേട്ടോ. പറ്റും. എല്ലാരും അങ്ങനെയാണ്. ഇതിന്റെ കൂടാണ് കൊണ്ടുപോകുന്നത്. മിക്ക ഇഗ്നോയിലെ സ്റ്റുഡൻസും ജോലിയുടെ കൂടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇരുന്നാലും ശരി, പരീക്ഷയുടെ സമയത്ത് എല്ലാവരും ഓണാണ്. പരീക്ഷയുടെ ഒരാഴ്ച മുമ്പാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കുന്നത്. വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത പിള്ളേർ വരെ എന്റെ മിസ്സേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ്. ഒരു ദിവസം 5, 6, 7 വട്ടമൊക്കെ വിളിക്കുന്നത്. മറ്റൊന്ന് വിളിച്ചാൽ പോലും ബിസിയാണ്, അതാണ് ഇതാണെന്ന് പറയുന്ന പിള്ളേരെ. അതെ. ഓക്കെ, ഇതൊക്കെ പറ്റുന്ന കാര്യം തന്നെ കേട്ടോ. നമ്മുടെ പല പിള്ളേരും ഒന്നൊന്നും അല്ല, ആ ഇതിന്റെ കൂടെ 2, 3 പിള്ളേരുണ്ട്. വേറൊരു കോഴ്സിന്റെ കൂടെ തന്നെ ഈ ഒരു കോഴ്സ് കൊണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഓക്കെ ഓക്കെ, ജോ- താങ്ക് യു ഐഷ. നമുക്ക് എന്നാൽ അടുത്തത് ആ, ഒരു ഗെയിമിലോട്ട് തന്നെ പോവാം. നിങ്ങൾ വളരെ കുറച്ച് പിള്ളേരെ നിങ്ങളെ ഒന്ന് ആക്റ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഗെയിം തന്നെ വേണം. അപ്പൊ സാന്ദ്ര മാം, അടുത്ത നമ്മളുടെ ഗെയിം എന്താണ്? ഓക്കെ മാം, നമുക്ക് ഗ്രാബ് ആൻഡ് റൺ നോക്കിയാലോ? ഗ്രാബ് ആൻഡ് റൺ വേണ്ട, അത് നമുക്ക് അവസാനം കൊടുക്കാം. ഓക്കെ. ഓക്കെ, നമുക്കതൊരു ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അവരൊന്ന് കണ്ടുപിടിക്കട്ടെ, നമുക്ക് ചോദിച്ചു പോയാലോ. ഓക്കെ, നമ്മളുടെ അടുത്ത ഗെയിമാണ് ചോദിച്ചു പോകാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് ഒരു പ്ലേസിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ എന്തെങ്കിലും എപ്പിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണിച്ചു തരും. അപ്പൊ അത് ഏതാണ്, ഏത് രാജ്യത്തെയാണ് എന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എളുപ്പമാണ്, രസമാണ്, മുമ്പേ കളിച്ച പോലൊക്കെ തന്നെ ഉള്ളതാണ്. ഓക്കെ, റെഡിയാണോ? ഓക്കെ. കേരള. ടൈം ടു ട്രാവൽ. ഓക്കെ, കേരള. ആ അത് കിട്ടി. അടുത്തത് ഇതാ. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടൂന്നേ ഉള്ളൂ. രാജ്യത്തിന്റെ പേരെന്താ മിസ്സേ? രാജ്യത്തിന്റെ എന്നല്ല, സ്ഥലത്തിന്റെ ആയാലും മതി. സ്ഥലം പറഞ്ഞാൽ മതി. കൊച്ചി. 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 ഓക്കെ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ മെയിൻ ഗെയിം എടുക്കാം. ഏതാണ്? മട്ടാഞ്ചേരി. അടുത്ത് നമുക്ക് വേഗം നോക്കാം കേട്ടോ. നമുക്ക് ബോർ അടിക്കുന്നെന്ന് അറിയാം, നമ്മൾ കുറച്ച് പേര്. തൃശ്ശൂര്. തൃശ്ശൂര്. ഏതാണ്? തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ്. അടുത്തത് കാസർഗോഡ്. ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട. നമ്മുടെ നല്ലൊരു ഫേമസ് പാട്ടൊക്കെ ഉണ്ട്, ഉയരെ. അടുത്തത് ജടായു. ജടായുപ്പാറ. കൊല്ലം. ചടയമംഗലം. അടുത്തത് ഇടുക്കി. പോരട്ടെ, എല്ലാരും സൂപ്പറാണ്. ഇന്ത്യൻ ടൂർ അല്ലേ? അത് വേണ്ട, ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയിലെയാണ്. ഇത്രയും നേരം നമ്മൾ കേരളത്തിലായിരുന്നേ. ഇനി അടുത്ത ഇന്ത്യയിലെ കാര്യം. ഇതേതാ? ഇന്ത്യ ഗേറ്റ് അല്ലേ മിസ്സേ? ഡൗട്ട് ഉണ്ടോ? അതോ ഗേറ്റ് വേ ഇന്ത്യ ആണോ? ഡൽഹിയാണോ ബോംബെ ആണോ? ബോംബെ അല്ലേ? അതെ, മുംബൈ. അടുത്തത് വാരണാസി. ഉത്തർപ്രദേശ്. അത് തന്നെ. പോവാനുള്ള സ്ഥലം മിസ്സേ. ഏതാണ്? മധുര മീനാക്ഷി. ഏതാണ്?
അത് കാടാണല്ലോ. ആ കാടാണ്. കണ്ടൽ കാടുണ്ട്, കാട്. വെള്ളമുണ്ട്. നമുക്ക് നോക്കാം. മേഘാലയ. വേൾഡ് ആണ്, എളുപ്പമുള്ളതാ. പാലക്കാട്. പാരീസ്, ഈഫൽ ടവർ. ആ പാരീസ്. അതെ. പാരീസ്. പാരീസ്. എന്തോ ടവർ ആണ്? ഈഫൽ ടവർ ഈഫൽ ടവർ. പറഞ്ഞു. അതൊന്നും അറിയില്ല. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പാരിസൺ ലിബർട്ടി. USA. USA. Statue of Liberty. നയാഗ്ര. നയാഗ്ര. തസ്നീമ സ്കോർ ചെയ്ത് പോവാട്ടോ. ഉം. ഏതാണ്? ബുർജ് ഖലീഫ, ബുർജ് UAE. ഖലീഫ, UAE. ബ്രസീലിലാണ്. ഉം. വേറെ ആർക്കേലും? ഓക്കെ, നമ്മുടെ സമയം വന്നിട്ട് റയോ ഡി ജനീറോ ആണ്. കറക്റ്റ് ആണ് പറഞ്ഞത്, ബ്രസീൽ തന്നെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മെയിൻ ഗെയിമാണ്. നിങ്ങളെല്ലാം ചുമ്മാതിരിക്കുകയല്ലേ, ഇനിയിപ്പോ ഇരിക്കുന്നിടത്തുനിന്നൊക്കെ എണ്ണിച്ചോണേ. ഓടണം അല്ലേ? ആ ഇതിപ്പോ പിള്ളേർ കുറവായോണ്ട് കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ കുറവായോണ്ട് കുഴപ്പമില്ല. നമ്മൾ കൊച്ചു പിള്ളേരെ ഈ ബികോംകാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് 150 പിള്ളേർ കാണും. ഓരോന്നൊക്കെ ഓടുന്നൊക്കെ കാണാം, നല്ല രസമാണ്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. നമ്മൾ ക്യാമറ ഓൺ ആക്കിക്കോളാൻ പറ. ക്യാമറ ഓൺ ആക്കണം, മസ്റ്റ് ആയിട്ട് ക്യാമറ ഓൺ ആക്കണം. താങ്ക് യു മാം പറഞ്ഞതില്ല കേട്ടോ. ഇത് ക്യാമറ ഓൺ ആക്കാതെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അപ്പം ഗ്രാബ് ആൻഡ് റൺ എന്ന് പറഞ്ഞാല് നമ്മള് ഈ പിക്ചറിൽ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കാണിക്കണം. നിങ്ങൾക്ക് പറ്റുന്നത് കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങളുടെ സറൗണ്ട്സിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പം എന്താ ഒരു പിക്ചർ ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ഒരു കളർ ആയിരിക്കും, ഒരു വേർഡ് ആയിരിക്കും. അപ്പൊ അതിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ആ സാധനം എടുത്തോണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്തോണ്ട് വരണം. എടുത്ത് ജസ്റ്റ് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Shall we start? Yes. ഓക്കെ, ഓടാൻ റെഡി ആയിക്കോ. റെഡി ആയിട്ടിരുന്നു. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നുള്ളൂ. ഫസ്റ്റ് മാം സ്റ്റോപ്പ് ഷെയർ കൊടുത്തോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, ഏകദേശം എല്ലാവരും ബുക്കൊക്കെ കൊണ്ടുവരുന്നത്. അയ്യോ, എന്താ പറ്റി? ആയിഷ ബുക്ക് കിട്ടിയില്ലേ? ആ പോയി എടുത്തുണ്ടോ? സമയമുണ്ട്. ആ കിട്ടി. എനിക്ക് തസ്ലീമൊക്കെ അവിടെ ഇരിക്കുന്നു, ഓടിപ്പോയി എടുത്തോണ്ട് വാ. നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സാധനം. നോക്കട്ടെ. ഓ ഐഷ. ഓക്കെ, ഐഷ ഓടിപ്പോയി എടുത്തു. ഇനി അച്ഛനൊക്കെ അടുക്കള വരെ ചെന്നെന്ന് തോന്നുന്നു, കിട്ടിയില്ലേ? ഓടിച്ചു കാണാം അമ്മ അവിടെ. കിട്ടി, കപ്പ് കിട്ടി. കീർത്തനക്ക് കിട്ടിയില്ലേ? കീർത്തന അയ്യോ ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. മാം അടുത്തത്. ഓക്കെ. നെക്സ്റ്റ്, ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു സാധനം. ബട്ടൺ, മൊബൈലിലെ ബട്ടൺ. ആ അറിയാം, ഫോണിലെ ബട്ടൺ ഉണ്ട്. ഓക്കെ. എന്തിനാ സച്ചിനെ ഷർട്ടേ ബട്ടൺസ് അല്ലേ ഇരിക്കുന്നേ? ഞാൻ ഓർത്തില്ല. ഞാൻ അത് ആദ്യം ആലോചിച്ചു, പിന്നെ ബട്ടൺ സ്വിച്ച് ആണോ വിചാരിച്ചിട്ട്. എന്നാലും കീർത്തന ഉണ്ടെങ്കത്തില്ല, എന്റെ സ്ഥലത്ത് സാധനം ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ മിസ്സേ? നെക്സ്റ്റ് നോക്കാം. ആയിഷ എങ്ങ് പോണ്ട, ആയിഷ ഇരിപ്പുണ്ട്. വെറുതെ പൊതുവെ നമ്മളൊക്കെ കണ്ണാടി കണ്ടി ഇവിടെ വെച്ചിട്ട് തപ്പി നടക്കും. എനിക്ക് സ്ഥിരം പറ്റുന്നതാണ്.
എല്ലാവർക്കും കിട്ടിയല്ലേ? ഓൾമോസ്റ്റ്. ഉം. അടുത്തത് നോക്കാം. നെക്സ്റ്റ് നോക്കിയാലോ? നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ആണ്. ഗ്രാബ് സംതിങ് മെയ്ഡ് ഇൻ വുഡ്. തടിയിലുള്ള എന്തെങ്കിലും സാധനം. ഏതെങ്കിലും ഒരു വസ്തു. ഡോർ. കാണിച്ചു. ഡോറ്, ടേബിള് കാണിച്ചു. തസ്ലീം എണ്ണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ, എന്തോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കീർത്തന കതവ് കാണിച്ചു. ഓക്കെ. സച്ചിനൊന്നും ഇല്ല ഇവിടെ തടി കൊണ്ടുള്ളത്. പുറകെ ജനല് കാണുന്നില്ലേ സച്ചിനെ? പുറകെ കാണുന്ന ജനല് കാണുന്നു. കീർത്തന കിട്ടിയില്ലേ? ഡോർ. ഓക്കെ. ഓക്കെ. തടിയുടെ തവിയൊക്കെ ആയിട്ട് വന്ന തവി ഞങ്ങളും കുക്ക് തസ്നീനും കിട്ടി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? സൂപ്പർ ആയിരുന്നു. അപ്പൊ ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ് ഒന്ന് കേൾക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങള് സ്പോട്ട്ലൈറ്റ് ചെയ്യട്ടെ, ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോ ഒരു ചെറിയൊരു മസിൽ പിടുത്തവും ഇതൊക്കെ ആയിരുന്നു. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എല്ലാം ഒന്ന് റിലാക്സ് ആയി. ഓക്കെ. താങ്ക് യു. അപ്പൊ ഇനിയുള്ള സെഷൻസിൽ അറ്റൻഡ് ചെയ്യുമല്ലോ അല്ലേ? ഓ ഷുവർ. ഓക്കെ. താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സച്ചിനെ? സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? സച്ചിനെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സാധാരണ ഇതിന് മുമ്പുള്ള സെക്ഷനിലൊക്കെ ഞാൻ പകുതിയെത്തപ്പോ ലീവ് ചെയ്ത് പോയത്. ഇപ്പൊ ഫുള്ളായിട്ട് ഇരുന്ന് ഏതൊക്കെ തുടങ്ങിയതാണ് 8:42 വരെ നിന്ന്. സത്യത്തിൽ നമ്മൾ നിർത്തുവാട്ടോ, നിർത്തുവാണ് സമയം ആയതുകൊണ്ടാണ്. അതെ. ഏത് ഗെയിം സച്ചിന് ഇഷ്ടപ്പെട്ട ഗെയിം ഏതായിരുന്നു? ഗെയിം സിനിമ പേരൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ഗെയിം. താങ്ക് യു. കീർത്തന എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് ഇനി മുമ്പോട്ട്? എങ്ങനെയാ ഇറങ്ങിത്തിരിക്കല്ലേ? എന്താ മാം? മുമ്പോട്ട് ഇനി ഇറങ്ങിത്തിരിക്കല്ലേ നാളെ തൊട്ട്? ക്ലിയർ ആവുന്നില്ല. അല്ല, നമ്മളിനി മുമ്പോട്ട് പോവല്ലേ? മുന്നോട്ട് പോവാ. ഓക്കെ. നാളത്തെ സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യോ? നാളത്തെ സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യോ? അറ്റൻഡ് ചെയ്യും. ഓക്കെ. താങ്ക് യു. അടുത്തത് ആയിഷ. ഹായ്. എങ്ങനെയുണ്ടായി? നല്ല ക്ലാസ്. ആദ്യം എന്താണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാന് 3/4 ഭാഗം വരെ മടിച്ചിരിക്കായിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഇതിനോടൊന്ന് ഇടപഴകൽ തുടങ്ങിയത്. നല്ല ക്ലാസ് ആയിരുന്നു. അതെ. എൻജോയ് ചെയ്തല്ലോ അല്ലേ? നല്ലൊരു തുടക്കമല്ലേ ഞങ്ങള് തന്നത്? അതെ അതെ. ആ ടെൻഷനൊക്കെ മാറിയൊന്ന് ഫ്രീ ആയില്ലേ ആള്? എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്യാമറ ഒക്കെ ഓണാക്കാൻ. എന്താണ് നമ്മൾ പഠിക്കുന്നേ? നമ്മുടെ കൂട്ടുകാരല്ലേ എല്ലാരും ഇരിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരും നമ്മുടെ മെന്റേഴ്സും അല്ലേ? നമ്മളെ എല്ലാരും കാണാനും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും എല്ലാവർക്കും പരിചയപ്പെടാനും ഒക്കെ അല്ലേ? അപ്പൊ നമ്മൾ മാക്സിമം എല്ലാവർക്കും നമ്മളെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ക്യാമറ ഒക്കെ ഓൺ ആക്കി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തെങ്കിലല്ലേ നമുക്ക് പിന്നീടാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം മാക്സിമം ഉള്ള സെഷൻസിനകത്താണെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് ക്യാമറ ഓൺ ആക്കി തന്നെ വെക്കുക കേട്ടോ. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ആയിഷ. ഓക്കെ. അഫ്സന എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? മാം, ഞാനും ആദ്യം ഒന്നും മടിച്ചിരുന്നു, പിന്നെ ഉഷാറായിരുന്നു. എന്നും ഉണ്ടാവും ചോദിച്ചാൽ എന്നും നമുക്ക് ഓറിയന്റേഷൻ ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് 2 ദിവസം എന്തോ നമുക്ക് ബ്രേക്ക് ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഓറിയന്റേഷൻ ഉണ്ട്. പക്ഷെ ഇതുപോലൊരു ഫൺ എലമെന്റ് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മാക്സിമം നോക്കിക്കോളാം. ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ സീനിയേഴ്സ് നമുക്ക് തരുന്ന വെൽക്കം ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീ സ്പേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഒന്നിനെയും പേടിക്കണ്ട. ജസ്റ്റ് നമ്മൾ വെർച്വലി കാണുകയാണ്. ഇപ്പൊ തന്നെ നോക്കിയാൽ നമ്മൾ എവിടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് സൗദിയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ അല്ലാത്ത സിറ്റുവേഷനിലേക്ക് കിട്ടുമോ നമുക്ക്?
ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ല, നമുക്ക് യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയിപ്പോ ലൈവ് സെഷൻസും ഇനിയുള്ള ഓറിയന്റേഷൻസും ഉണ്ട്, അതിലെല്ലാം നിങ്ങൾ ഇങ്ങനെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് എന്താണ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആണ്. എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ വെക്കുന്നത്, അല്ല നമ്മൾക്കല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെന്റേഴ്സ് ആയാലും ബിഹൈൻഡ് ദ ലൈൻ വൈസ് ഫുൾ കോർ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ വെക്കുന്നത്. അത് മാക്സിമം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഇഗ്നുവിന്റെ ജേണിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ലൈൻ വൈസിലും ഇഗ്നുവിന്റെ ജേണിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓറിയന്റേഷനിൽ വെക്കുന്നത് കേട്ടോ. മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമുക്കിനി ഒരു കാര്യം കൂടെ, നമ്മൾ പറഞ്ഞില്ലേ ബെസ്റ്റ് പെർഫോമർ എടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത് പലതിന്റെ ബേസിസിലാണ്. അപ്പം നമ്മളിപ്പോ ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്തു, നമ്മളിപ്പോ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ കുറച്ച് കുട്ടികളുള്ളത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ നോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഏതൊക്കെയാണെന്നുള്ള കാര്യം. അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഏകദേശം ഇപ്പൊ സാന്ദ്രമ മാത്രമല്ല, എനിക്ക് നിങ്ങൾ എല്ലാം ഫെമിലിയർ ആയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ബെസ്റ്റ് പെർഫോമറെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ട്, റോഡ് ടു സക്സസ് അല്ല, നമ്മളുടെ സ്വിച്ച് ടോ നമ്മൾ ടൈം ടേബിള് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ടൈമില് നമ്മൾ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഓറിയന്റേഷൻ ഓഫ് Jan 24 വിത്ത് ഫ്രം ദ MCOM ബാച്ച് എന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പടം വരണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഇതുകൊണ്ട് കൂടാതെ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനകത്തെ ആക്ഷൻ ടാസ്ക് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സാന്ദ്ര മാം അത് ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ അതൊന്ന് ഫില്ല് ചെയ്ത് തരണം. ഓക്കെ, നമ്മളുടെ ആക്ഷൻ ടാസ്ക് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആണ്, ഫസ്റ്റ് ഡേയിലെ ടാസ്ക് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ചില ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, വെൽക്കം മീറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. വെൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മേക്ക് ഷുവർ ടു മെൻഷൻ. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ലാർജ് കൗണ്ട് സ്റ്റുഡൻസ് വരുമ്പോൾ എല്ലാവർക്കും സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പല സിറ്റുവേഷൻസും ഉണ്ട്. ഇടയ്ക്ക് വെച്ച് നെറ്റിന്റെ ബ്രേക്ക് ഒക്കെ ആയി പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കേട്ടു എന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അവളുടെ നിങ്ങളുടെ പേര്, യുവർ നെയിം, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് BCom കഴിഞ്ഞവരുണ്ട്, അതേപോലെ തന്നെ BA കഴിഞ്ഞവരുണ്ടായിരിക്കാം. ഇതെല്ലാം BCom, മെയിനായിട്ട് BCom വരത്തുള്ളൂ, MCom ആയതുകൊണ്ട്. അപ്പൊ നമ്മളുടെ BBA അല്ലെങ്കിൽ BCom കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൊടുക്കുക, പ്ലേസ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, നിങ്ങളുടെ ഹോബി എന്താണ്, അതേപോലെ നിങ്ങൾക്ക് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോബ് ഏതാണ് എന്നുള്ളത്. താഴെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ജോണിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റഡ് ആണ്, +2 എന്നാണ് കംപ്ലീറ്റഡ് എന്ന് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ MCom ആയതുകൊണ്ട് തന്നെ നിങ്ങളുടേത് വരുമ്പോൾ എന്തായിരിക്കും, BCom അല്ലെങ്കിൽ BBA നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ സ്ഥലം ഏതാണ്, കോഴിക്കോട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ആള് കോൺഫിഡന്റ് ആണ്, ഡിറ്റർമിനന്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടേത് എന്താണോ നിങ്ങൾ അവിടെ എഴുതുക. ഹോബീസ് ഡാൻസിങ്, ഡ്രോയിങ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, വാച്ചിങ് മൂവീസ് ആയിരിക്കാം, ചിലപ്പോൾ പ്ലാന്റിങ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നിങ്ങളുടേത് എന്താണോ നിങ്ങൾ അവിടെ അത് നോട്ട് ചെയ്യാം. ദെൻ ജോബ്, ടീച്ചർ, എക്സെട്ര അല്ലെങ്കിൽ നെല്ല്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ജോബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നെല്ല് കൊടുക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോബ് അവിടെ എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളുടെ മെന്റർക്ക്, നിങ്ങളുടെ സാന്ദ്ര മാമിന് നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ ഒരു ഓർഡറിൽ. അപ്പൊ ഈ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാഡം ഇന്ന് തന്നെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഒന്ന് അയച്ചു തരും. ഓക്കെ, നാളത്തെ സെഷന് മുമ്പായിട്ട്, കഴിവതും നാളെ 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് മാഡത്തിന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതിൽ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തോട് ചോദിച്ചു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നല്ല രീതിയിൽ ആക്ടിവിറ്റി കുറച്ച് വരെ ഉള്ളെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഈ സെഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിലായിക്കോട്ടെ, ലെമൈസിന്റെ പേരിലായിക്കോട്ടെ, ഞങ്ങളുടെ കൊമേഴ്സിന്റെ ടീമിൽ നിന്നും താങ്ക്സ് പറയുകയാണ്. ഇനിയും നിങ്ങളുടെ ഇതുപോലെയുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനിയുള്ള സെഷനിൽ വീണ്ടും കാണാം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എല്ലാ സെഷനകത്തും ഉണ്ട്. അപ്പൊ ഇനിയുള്ള സെഷൻസിൽ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു വാണി മാം, ഓൾസോ താങ്ക് യു സ്നേഹ മിസ്സിനും, താങ്ക് യു. പിന്നെ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും വൺസ് അഗെയിൻ നമ്മുടെ ടീം ലേൺ വൈസിന്റെ പേരിലുള്ള താങ്ക്സ് പറയുന്നു.